വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഫേസ് ഇത്രയും റിവീൽ ചെയ്ത് കുറേ നേരം വീഡിയോ എടുക്കാൻ പോകുന്നത്. എനിക്കതിൻ്റെ നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞാൻ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കട്ട് ചെയ്യാൻ എടുക്കാൻ എനിക്കറിയാൻ പാടില്ല. സോ ഇന്ന് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്ന്, എനിക്ക് ഫേസ് റിവീൽ ചെയ്ത് കുറേ നേരം സംസാരിച്ച് ചെയ്യാനുള്ള ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ ഇല്ല, അതൊന്ന്. പിന്നെ ഒന്ന്, ഈ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എടുക്കും ചെയ്യണം എന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ചു ഒരു കണ്ടൻറ്റും പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ചായിട്ട് നടക്കുന്നില്ല, അപ്പോൾ ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരെണ്ണം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്ന വീഡിയോയെ. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി ബെസ്റ്റ് ഫ്രണ്ടാണ്. പുള്ളിക്കാരി 7 months പ്രഗ്നൻ്റ് ആണ്. ആളിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തല്ല, കുറച്ച് അകലെയാണ്. ഞങ്ങൾ ഹോസ്റ്റലർ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രഗ്നൻ്റ് ആവുന്ന ലേഡീസിന് ഉള്ള സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പോയി കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, എല്ലാവരും പല വഴിക്കും. അപ്പോൾ എല്ലാവരും മേടിച്ച് എനിക്ക് അയച്ചു തന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം മേടിച്ച് എനിക്ക് അയച്ചിട്ട് ഞാൻ തന്നെ അത് പാഴ്സൽ ചെയ്ത് അയക്കാമെന്നുള്ളൊരു ഐഡിയയിലെത്തി. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു ഇത് കിട്ടിയത്. അപ്പം ഞാനിത് ചെയ്യുമ്പോഴും ഇത് മേടിച്ച് തന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരെല്ലാം മേടിച്ച് എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസും അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ബാക്കിയുള്ളവർ അവരുടേതായ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളത് കാണിച്ചിട്ട് നമുക്കിത് പാക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്കത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം, എന്നിട്ട് ഞാൻ ഇപ്പം അത് പാക്ക് ചെയ്തോളാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെയാണോ ഗർഭിണിക്ക് മേടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ ലേഡീസിന് ഇതൊക്കെയാണോ. അപ്പം സത്യം പറഞ്ഞാൽ ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അവളോട് ഞങ്ങൾ പറഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു പാഴ്സൽ ഞങ്ങൾ റെഡിയാക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ അയച്ചു തരാൻ ഉദ്ദേശിക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും പിന്നെ ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആയ സ്ഥിതിക്ക് യൂസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ചളാകുന്നില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. സോ ഫസ്റ്റ് വൺ ഈ ഒരു വാട്ടർ ബോട്ടിലാണ്. പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം, കുട്ടിക്കും നല്ല വെള്ളമൊക്കെ കുടിക്കണമല്ലോ. സോ അതുകൊണ്ട് ഒരു വാട്ടർ ബോട്ടിൽ. ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഇതെൻ്റെ ഫ്രണ്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു ക്രാബ്. കുട്ടിക്ക് നല്ല മുടിയുണ്ട്, കുട്ടിക്ക് നല്ല നല്ല മുടിയുണ്ടാവട്ടെ. അപ്പോൾ അത്. പിന്നെ ഒരു സ്റ്റഡ്. പിന്നെ ഞാൻ പറയാം എഗെയിൻ ഒരു ക്രാബ്. പിന്നെ എൻ്റെ ഫ്രണ്ട് മീൻസ് ഓരോരുത്തർ സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഐഡിയാസൊക്കെ ആയിരിക്കുമല്ലോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ലൈഡ് കാണുന്നത്. പിന്നുള്ളത് ഈ ഒരു സ്ലൈഡാണ്. ഓക്കെ, ഒരു ബോർഡൊക്കെ ഡിസൈൻ വന്നിട്ടുള്ള കുറേ സ്ലൈഡുകൾ. ആൾക്ക് കുറേ മുടിയുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു മുടിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെയും ഹെയർ അക്സസറീസ്. നോക്കൂ, ഇതൊരു സെറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് ഈ ഒരു കാർഡിൽ ഒരു സെറ്റ് ഫുള്ള് ക്രാബാണ്. ഇപ്പോൾ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഭയങ്കര മിനിമലിസ്റ്റായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ആളും, അതുപോലെ ഭയങ്കര ഇച്ചിരി ഫെയ്ഡായിട്ടുള്ള കളറായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നതും, അതുപോലെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറിയ സ്റ്റഡെല്ലാം മേടിക്കുന്നത്. ആളങ്ങനെ വലിയ ഇയറിങ്സ് ഒന്നും ഇടുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഫുഡാണ് കൂടുതലും. ചോക്ലേറ്റ്സ് ഒക്കെയാണ്. ചോക്ലേറ്റ്സ്, ഇതിങ്ങനെ അച്ചാറ്, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ. ഇതുണ്ടോ എന്നിട്ട് ചോക്ലേറ്റ്സ്. പിന്നെ ഡയറി മിൽക്ക്. പിന്നെ അതെല്ലാം കുറേ പലഹാരമായിരുന്നു. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെ ഒരു ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് കേക്ക്, നമ്മുടെ മാർബിൾ കേക്ക്, ഓരോ ഫ്ലേവർ ഉണ്ടാവും. അതെ, ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് വരുന്നത്. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ അൽഫോൺസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇൻ്റർവെൽ ടൈമിൽ കോളേജിനുള്ളിൽ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. 2 സ്ത്രീകളാണ് തന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട്
സ്ഥിരമായിട്ട് ഞങ്ങളവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നു. മിക്കവാറും എന്നും മേടിക്കുന്ന ഈ മിഠായി ഇതായിരുന്നു കേട്ടോ, നബാട്ടി. ഇത് നബാട്ടി നല്ല പേര്, അതെ നബാട്ടി. ഈ സാധനമായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത്. അപ്പം മിക്കവാറും ഞങ്ങൾ എന്ന് ഈ സാധനം മേടിക്കുന്നുണ്ട് അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു, അവിടെയുള്ള ചേച്ചിമാരൊക്കെ പുതിയ വീട് വെച്ചു, നിങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഇത് തമാശയായിരുന്നു കേട്ടോ. പിന്നുള്ളത് ഇത് കിൻഡർ ജോയ് അല്ല, കിൻഡർ ജോയിനെ പോലെ തന്നെ വേറെ ഒരു അകത്ത് കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഒരു ടോയൊക്കെ ഉണ്ട്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇങ്ങനത്തെ ടോയ്സ് ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് കിൻഡർ ജോയ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര സർപ്രൈസിങ് അല്ല, അകത്ത് എന്തോ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത് സാധനം മേടിക്കും, എത്ര പൈസ ആണെങ്കിലും മേടിക്കും. അങ്ങനെയൊക്കെ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കുട്ടിക്ക് മേടിച്ചു കൊടുക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടിയല്ല, അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമായിരിക്കും. ഇതൊന്ന്. പിന്നെ വരുന്നത് പിന്നെ റോൾസൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു, ചോക്ലേറ്റ് റോൾസ്. എനിക്ക് ചോക്ലേറ്റാണ് കൂടുതലും ഇഷ്ടമുണ്ടായത്. ചോക്ലേറ്റ് റോൾസ് പറയുന്നുണ്ട്. പിന്നെ ഗെയിൻ ഡെയറി മിൽക്ക്. പിന്നെ ഇതും ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ്, പട്ടത്ത ബിസ്ക്കറ്റ്. ഐ തിങ്ക് പട്ടത്ത ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ. അപ്പോൾ ഇതും ഞങ്ങൾ ആ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ടിരുന്ന സാധനം. അപ്പോൾ ഇത് മേടിച്ചു കൊടുക്കുന്നതിന് മെയിനായിട്ടുള്ള കാരണം ഒന്ന്, ഷീസ് എ ഫസ്റ്റ് പ്രഗ്നൻറ്റ് ഗേൾ ഇൻ അവർ ഗ്യാങ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളെ വിചാരിച്ചു, അവളുടെ കുട്ടിയെ വിചാരിച്ചു, എല്ലാം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും. എനിക്കറിയില്ല, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തോ ഇത് പോസ്റ്റ് ചെയ്യാൻ തോന്നി. ഇതിൽ നിന്നിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പൊതുവേ പ്രഗ്നൻറ്റ് ലേഡീസിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, അവരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു സൗന്ദര്യമോ ക്യൂട്ട്നെസ്സോ എന്തൊക്കെയോ തോന്നും. അപ്പോൾ എനിക്കതുകൊണ്ട് എനിക്കെപ്പോഴും ഇപ്പം ഞങ്ങളാണെങ്കിലും ഞാൻ തന്നെയാണെന്നല്ല, ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരുന്നു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ളത്. അത് അവൾ കാണുമെന്ന് ആദ്യം തന്നെ ഞങ്ങൾ വിചാരിച്ചില്ല. എങ്കിൽപ്പോലും ആളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഇത് ചെയ്ത് അയക്കുന്നത്. ഞാൻ വിഷയത്തിൽ നിന്നും കുറച്ച് തന്നെ മാറി. ഈ ഐറ്റംസ് അല്ലേ കുറച്ചുകൂടെ ഉണ്ട്. പിന്നുള്ളത് ഡാർക്ക് ഫാൻറ്റസി, പിന്നെ ഒരു തട്ടം. ആൾ തട്ടം യൂസ് ചെയ്യും, മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ അവൾക്കുള്ള ഒരു തട്ടം, ഈ കളർ ഞാൻ അവൾക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇതുപോലത്തെ ഒരു കളർ. ഇതെൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചാണ്, കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് കാണിച്ചുകൊണ്ടോ ഒന്നും അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഒന്ന് അവളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൂട്ടത്തിലകത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അവൾക്ക് എന്തായാലും ഉണ്ട്. പിന്നെ ഐ ആം സോ എക്സൈറ്റഡ് അവളുടെ കുട്ടിയെ കാണാനും. മീൻസ് അവളുടെ പ്രഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് നല്ലൊരു ജീവിതം കൊണ്ടുപോകുന്നതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഇത് കുറച്ച് ഇമോഷണൽ ആണോ എന്ന് ചോദിച്ചാൽ ഇമോഷണലാണ്. ഒരുപാട് പ്ലാൻ ചെയ്ത് ഭയങ്കര ഇതായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തോന്നല്ല. ചിലപ്പോൾ എല്ലാവരും വിചാരിക്കാൻ കാണുമ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും. സത്യം പറഞ്ഞാൽ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കമ്പനി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയും അതിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി എല്ലാവരും പല വഴിക്ക് നീങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മൾ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സ് ആയത്. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ട്. എപ്പോഴും കാണാൻ പറ്റത്തില്ല, എല്ലാവരും പല വഴിക്കാണ്. എല്ലാവരും കുറച്ച് പേര് ജോലിയായി, കുറച്ച് പേര് വേറെ സ്ഥലത്ത് പഠിക്കുന്നു. അപ്പോൾ അവരുടേതായ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നാളെ ഞങ്ങൾ നേരിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഇത് കയ്യിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അപ്പോഴും ഉറപ്പായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാനിലെത്തിയത്, ഇത് അയച്ചു കൊടുക്കുക എന്ന, എല്ലാം കൂടെ മേടിച്ച് അയച്ചു കൊടുക്കാം. എനിക്കറിയാം ഇതിലൊരു പക്ഷേ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ആൻഡ് എന്താ പറയുന്നത്, ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്, സോ എക്സൈറ്റഡ് ആണ് നിൻ്റെ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കറിയത്തില്ല ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യണ്ടേ, പോസ്റ്റ് ചെയ്യണോ
അറിയില്ല, ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഇനി അതിനുശേഷം ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പാക്ക് ചെയ്യുന്നതും കൂടെ എടുത്ത് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മിക്കവാറും സമയം കിട്ടത്തില്ല. സോ ഞാൻ വന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ബോക്സിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് റൈറ്റിങ്സ് ഒക്കെ എഴുതി അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അത് ഞാൻ ഉറപ്പായിട്ട് ഞാനിതിൽ ഫോട്ടോ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.